നോമ്പ് കാലഘട്ടം അനുഗ്രഹദായകമാക്കാം, പരിശുദ്ധമാക്കാം. 4 പാകൾ ജീവിതത്തിൽ ചേർത്താൽ ഈ നോമ്പ് കാലഘട്ടം പരിശുദ്ധമാക്കി മാറ്റാൻ സാധിക്കും. 1, പ്രാർത്ഥനയുടെ ദിവസങ്ങളായിട്ട് മാറട്ടെ. എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ മുമ്പിലെ അടയിരിക്കുന്ന ദിവസങ്ങളായിട്ട് ഈ നോമ്പ് കാലഘട്ടം മാറണം. പ്രാർത്ഥിക്കണം, കുറേ പ്രാർത്ഥിക്കണം. സമയം നോക്കിയല്ല, എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന് നോക്കി സമയം കണ്ടെത്തി പ്രാർത്ഥിക്കാം. തിരുവചനം തുറന്ന് ശാന്തമായിട്ടിരിക്കണം. കണക്ക് പറയരുത്. അതിന് ഇങ്ങനെ ശാന്തമായിട്ടിരുന്ന് കർത്താവിനോട് ഇങ്ങനെ സംസാരിക്കണം. മനുഷ്യരോടാണല്ലോ നമ്മൾ കൂടുതൽ സംസാരിച്ചത്. ഈ ദിവസങ്ങളിൽ ദൈവത്തോട് നമ്മളിങ്ങനെ സംസാരിക്കട്ടെ. അതായിരിക്കണം ആദ്യത്തെ കാര്യം. രണ്ടാമതായിട്ട് പരിത്യാഗത്തിൻ്റെ ദിനങ്ങളായിട്ട് മാറണം. ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ വേണ്ട എന്ന് വെക്കും. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഈ ദിവസങ്ങളിൽ പരിത്യാഗങ്ങൾ ചെയ്യണം, ത്യാഗങ്ങൾ ഏറ്റെടുക്കണം, സഹനങ്ങൾ ഏറ്റെടുക്കണം. ആരും അറിയാതെ ആയിരിക്കണം. ഞാൻ അത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. ഒരു വ്യക്തിയോടും പറയരുത്. പറയാതെ മനസ്സിൽ ഞാനും എൻ്റെ ദൈവവും മാത്രം അറിഞ്ഞുകൊണ്ട് പരിത്യാഗങ്ങൾ എടുക്കണം, ത്യാഗങ്ങൾ ഏറ്റെടുക്കണം. നിയോഗങ്ങൾ വെച്ചുകൊണ്ട് ത്യാഗങ്ങൾ ഏറ്റെടുക്കണം. അങ്ങനെയുള്ള ത്യാഗങ്ങൾ അനുഗ്രഹദായകമാകും എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പ്രായശ്ചിത്തത്തിൻ്റെ ദിവസങ്ങൾ. ചെയ്തു കൂട്ടിയിട്ടുള്ള പാപങ്ങൾക്ക് ആലോചിച്ച് തമ്പുരാന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾക്ക് മനസ്സിലാകും. ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ചെയ്ത ദുഷ്ടതകൾ, തിന്മകൾ, അതുപോലെ വിളങ്ങിയ കുറേയേറെ ബന്ധങ്ങളുണ്ട്. അതൊക്കെ ചേർത്ത് വെക്കേണ്ട ദിവസങ്ങളാണ്. ആ ബന്ധങ്ങളൊക്കെ അടുപ്പിക്കേണ്ട ദിവസങ്ങളാണ്. ദുഷ്ടതകൾ മാറ്റേണ്ട ദിവസം. എൻ്റെ കുറവുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ഇതിനൊക്കെ വേണ്ടി പ്രായശ്ചിത്തങ്ങൾ ചെയ്ത് ഞാൻ ദൈവത്തിലേക്ക് തിരിച്ച് നടക്കണം എന്നുള്ളതാണ്. നാലാമതായിട്ട് പങ്കുവെക്കുക എന്നുള്ളതാണ്. മനസ്സ് തുറന്ന് പങ്കുവെക്കാൻ എനിക്ക് മനസ്സുണ്ടായി കഴിഞ്ഞാൽ, എനിക്കുള്ളത് ഈ ദിവസങ്ങളിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കാൻ നീ മനസ്സുണ്ടായി കഴിഞ്ഞാൽ ഈ നോമ്പ് കാലഘട്ടം അനുഗ്രഹത്തിൻ്റെയും പരിശുദ്ധിയുടെയും ദിവസങ്ങളായിട്ട് മാറും. മറക്കാതിരിക്കാം. ഈ 4 പാകൾ, വലിയ കാര്യങ്ങളൊന്നും അച്ഛൻ നിങ്ങളോട് പറയുന്നില്ല. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നോമ്പ് ദൈവം തൊടുന്ന ദിനങ്ങളായിട്ട് മാറട്ടെ. ദൈവം എൻ്റെ കൂടെ വസിക്കുന്ന ദിവസങ്ങളായിട്ട് മാറട്ടെ. ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ദിവസങ്ങളായിട്ട് മാറട്ടെ.